ഹായ്, നമുക്കിന്ന് ചിക്കൻ ഇല്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇന്ന് സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കറിയാണ് ഇവിടെ കാണിക്കുന്നത്. നേരത്തെ സോയ ചങ്ക്സ് ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ റെസിപ്പി ഇട്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോയ ചങ്ക്സിൽ നല്ലപോലെ വൈറ്റമിൻസും പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: സോയ ചങ്ക്സ് 1 കപ്പ്, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, വെള്ളം 1/4 കപ്പ്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 2 എണ്ണം, ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്, സവാള 1/2 കപ്പ്, പച്ചമുളക് 3 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ഉരുളക്കിഴങ്ങ് 1/2 കപ്പ്, തക്കാളി 1 കപ്പ്, കാശ്മീരി മുളക് പൊടി 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 3/4 ടീസ്പൂൺ, പഞ്ചസാര 1 നുള്ള്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സോയ ചങ്ക്സ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അളവൊന്നുമില്ല. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ 1 കപ്പ് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇതിൽ കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചു വരും. 10 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ആ സമയത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. ഇനി 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ 1/2 കപ്പ് സവാളയും 3 പച്ചമുളകും കുറച്ച് ഉപ്പും ചേർക്കാം. ഇപ്പോൾ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇവിടെ ചേർത്താൽ മതി. നേരത്തെ സോയ ചങ്ക്സ് വേവിച്ചപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ബ്രൗൺ നിറം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സോയ ചങ്ക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോയ ചങ്ക്സ് മുറിച്ചിട്ടല്ല ചേർക്കുന്നത്, മുഴുവനായിട്ട് തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ വലുതായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ചിക്കൻ പോലെ തന്നെ തോന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2ആയിട്ടോ 3ആയിട്ടോ മുറിച്ചിട്ട് ചേർക്കാം. ഇനി ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് വരണം. അതുവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 4 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അത് എരിവിനനുസരിച്ചിട്ട് അളവിന് മാറ്റം വരുത്തുക. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്ക് നമുക്കിതിലോട്ട് 1 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം മസാലകളൊക്കെ സോയ ചങ്ക്സിൻ്റെ അകത്തും ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചതച്ച ഗരം മസാലയാണ് ഇവിടെ ചേർക്കുന്നത്. പൊടി ചേർത്താലും മതി. ഇനി ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ മസാലയിലിട്ട് 10 മിനിറ്റെങ്കിലും വേവിക്കണം. എന്നാലേ സോയ ചങ്ക്സിനകത്ത് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചു വരുള്ളൂ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.